ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PreSuccess കോഡ്സ്. ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ ഉണ്ടായിരുന്ന കുറച്ച് വിമൻ ഫൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ. ആദ്യമേ നമ്മൾ കാണുന്നത് ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹലിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുന്നത് അവധിലെ അവസാനത്തെ നവാബായിരുന്ന വാജിദ് അലി ഷാ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. വാജിദ് അലി ഷാ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. 1820 ബീഗം ഹസ്രത് മഹൽ ജനിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബാല്യകാലത്തെ നാമം മുഹമ്മദ് ഖാനം എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ 1856 അവധ് കീഴടക്കിയപ്പോൾ വാജിദ് അലി ഷാ നാട് കടത്തപ്പെട്ടു. തുടർന്ന് ബീഗം ഹസ്രത് മഹൽ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. സോ വാജിദ് അലി ഷായുടെ ഭാര്യയാണ് ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുന്നത്. 1856 ബ്രിട്ടീഷുകാർ അവധ് കീഴടക്കിയത്. ആ സമയത്ത് വാജിദ് അലി ഷായെ നാട് കടത്തപ്പെട്ടു. തുടർന്ന് ബീഗം ഹസ്രത് മഹൽ രാജ്യഭരണം ഏറ്റെടുക്കാനുണ്ടായത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. അപ്പോൾ 1857 റിവോൾട്ടിൽ ലക്നൌ എന്നുള്ള പ്രൊവിൻസിൽ ലീഡ് ചെയ്തത് ബീഗം ഹസ്രത് മഹലാണ്. പിന്നീട് ലക്നൌ ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുക്കുകയും തൻ്റെ മകനായ ബർജിസ് എന്നാണ് അവരുടെ മകൻ്റെ പേര്, അദ്ദേഹത്തെ സിംഹാസനത്തിൽ അവരോധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 1858 ബ്രിട്ടീഷുകാർ അവധ് വീണ്ടും തിരിച്ചു പിടിക്കുകയും ബീഗം ഹസ്രത് മഹലിനെ നേപ്പാളിലേക്ക് നാട് കടത്തുകയും ചെയ്തു. തുടർന്ന് 1879 ഏപ്രിൽ 7 അവർ നേപ്പാളിൽ വെച്ചിട്ട് മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബീഗം ഹസ്രത് മഹൽ എന്ന് പറഞ്ഞത് ആരാണ്? വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു അവർ. വാജിദ് അലി ഷാ എന്ന് പറയുന്നത് നവാബായിരുന്നു. എവിടത്തെ? അവധിലെ അവസാനത്തെ നവാബായിരുന്നു അദ്ദേഹം. 1856 ബ്രിട്ടീഷുകാർ അവധ് കീഴടക്കി. ആ സമയത്ത് വാജിദ് അലി ഷായെ നാട് കടത്തപ്പെട്ടു അല്ലേ. തുടർന്ന് ബീഗം ഹസ്രത് മഹൽ രാജ്യഭരണം ഏറ്റെടുക്കാനുണ്ടായത്. 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. 1858 തൊട്ടടുത്ത വർഷം തന്നെ ബ്രിട്ടീഷുകാർ അവധ് പിന്നെയും കീഴടക്കുകയുണ്ടായി. അതിനുശേഷം ബീഗം ഹസ്രത് മഹലിനെ നേപ്പാളിലേക്ക് നാട് കടത്തപ്പെട്ടു. 1879 ഏപ്രിൽ 7 നേപ്പാളിൽ വെച്ചിട്ട് ബീഗം ഹസ്രത് മഹൽ മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ആള് എന്ന് പറയുന്നത് റാണി ലക്ഷ്മി ബായി ആണ്. സെക്കൻഡ് വൺ റാണി ലക്ഷ്മി ബായി. റാണി ലക്ഷ്മി ഭായ് 1835 നവംബർ 19 വാരണാസിയിലാണ് റാണി ലക്ഷ്മി ബായ് ജനിക്കുന്നത്. 1835 നവംബർ 19 വാരണാസിയിലാണ് ജനിക്കുന്നത്. അവരുടെ യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. മണികർണിക എന്നായിരുന്നു റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ പേര്. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവു എന്ന ഝാൻസിയിലെ രാജാവിനെ അവർ വിവാഹം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ലക്ഷ്മി ബായി എന്ന പേര് അവർ സ്വീകരിച്ചത്. പിന്നീട് ഗംഗാധർ റാവുവിൻ്റെ മരണത്തിന് ശേഷം ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് ഝാൻസിയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുകയാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരയായ ഒരു വനിതയാണ് റാണി ലക്ഷ്മി ബായി. അവരുടെ കുതിരയുടെ പേര് ചോദിക്കാറുണ്ട്. ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ കുതിരപ്പുറത്ത് കയറിയിരുന്നിട്ടാണ് അവർ സുരക്ഷിത താവളങ്ങളിലേക്ക് പോയിരുന്നത്. അവരുടെ കുതിരയുടെ പേര് ചോദിക്കാറുണ്ട്. ബാദൽ എന്നാണ് കുതിരയുടെ പേര്. ബാദൽ. പിന്നീട് ഗ്വാളിയർ കോട്ട പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ശ്രമത്തെ നേരിട്ട ആളാണ് റാണി ലക്ഷ്മി ബായി. ആ ഒരു ഫൈറ്റിനിടയിൽ 1858 ജൂൺ 17 അവർ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നു ഇൻസിഡൻറ്റ്? ഗ്വാളിയർ കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ വന്നു. അതിനെതിരെ റാണി ലക്ഷ്മി ബായി ഫൈറ്റ് ചെയ്തു. 1858 ജൂൺ 17
ആ ഒരു ഫൈറ്റിൽ വെച്ചിട്ട് അവർ മരിക്കുകയാണ് ഉണ്ടായത്. ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഹ്യൂ ഗ്രോസ് ആണ്. ഹ്യൂ ഗ്രോസ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ആർമിയാണ് ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ നേതാക്കളിൽ ഏറ്റവും അപകടകാരി എന്ന് ഹ്യൂ ഗ്രോസ് വിശേഷിപ്പിച്ചത് റാണി ലക്ഷ്മിബായിയാണ്. 1857 ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഓക്കെ, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു റാണി ലക്ഷ്മിബായിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാന ബിന്ദു, എ ബ്രൈറ്റ് സ്പോട്ട് ഇൻ ദ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് ജവഹർലാൽ നെഹ്റു ആണ് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് റാണി ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോറിൽ സ്ഥാപിക്കപ്പെട്ടു. റാണി ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? ഗ്വാളിയോറിൽ. റാണി ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോറിൽ സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് കാര്യവട്ടത്താണ്, തിരുവനന്തപുരം കാര്യവട്ടത്താണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെട്ടത്. റാണി ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെട്ടത് ഗ്വാളിയറിലാണ്. മാറിപ്പോകരുത്. സ്വതന്ത്ര ഭാരതത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ വനിതയും റാണി ലക്ഷ്മിബായി ആയിരുന്നു. ക്ലിയർ ആയാലോ? ഇത്രയാണ് റാണി ലക്ഷ്മിബായിയുടെ ജീവിതത്തെക്കുറിച്ച് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അടുത്തത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു. 1879 ഫെബ്രുവരി 13 സരോജിനി നായിഡു ജനിക്കുന്നത്. അവർ 1914 ലണ്ടനിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയുമായി ആദ്യം മീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ആ ഒരു ഏരിയാസ് മാത്രമാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. 1914 ഗാന്ധിജി ആയിട്ട് മീറ്റ് ചെയ്തു. മീറ്റിംഗ് വിത്ത് ഗാന്ധിജി 1914 നടന്നത്. പിന്നീട് 1925 കാൺപൂർ സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ കാൺപൂർ സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് വർഷമാണ്? 1925 കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് സെഷനിലായിരുന്നു? കാൺപൂർ സെഷനിൽ. കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ്? സരോജിനി നായിഡു തന്നെയാണ്. പിന്നീട് 1930 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം അബ്ബാസ് തിയാബ്ജി, അദ്ദേഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വം വഹിച്ചിട്ട് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയത്. അബ്ബാസ് തിയാബ്ജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു ആണ്. സോ ആദ്യമേ ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തു 1930. അതിനുശേഷം ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം അബ്ബാസ് തിയാബ്ജിയാണ് ഇത് നയിച്ചു കൊണ്ടുപോയിരുന്നത്. അദ്ദേഹത്തിൻ്റെയും അറസ്റ്റിന് ശേഷം സരോജിനി നായിഡു ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം വഹിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇനി 1931 ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കേണ്ടേ. ഏത് വർഷമാണ്? 1931 ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായ ആദ്യ വനിത, സ്റ്റേറ്റ് ഗവർണറായിട്ടുള്ള ആദ്യ വനിത സരോജിനി നായിഡു ആണ്. ഏത് സ്റ്റേറ്റിൻ്റെയാണ്? UP. ചോദിക്കാറുള്ളതാണ്. ഉത്തർപ്രദേശ്. ദെൻ ഗാന്ധിജിയെ മിക്കി മൗസ്, എന്താ വിളിച്ചത്? ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ച ആരാണ്? സരോജിനി നായിഡു ആണ് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഗാന്ധിജി തിരിച്ച് എന്ത് വിളിച്ചു അവരെ? ഇന്ത്യയുടെ വാനമ്പാടി അല്ലെങ്കിൽ ബുൾബുൾ ഇ ഹിന്ദ് എന്ന് വിളിച്ചു. ബുൾബുൾ ഇ ഹിന്ദ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സരോജിനി നായിഡുവിനെയാണ്. പിന്നീട് 1916 ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചതും സരോജിനി നായിഡു ആണ്. എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം 1-2 പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. മഹർ മുനീർ, പേർഷ്യൻ ഭാഷയിൽ
അവരെഴുതിയ മെഹർ മുനീർ എന്നുള്ള നാടകമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്ന് 3 പേഴ്സണാലിറ്റീസിനെ പഠിച്ചു. ആരൊക്കെയാണ്? ബീഗം ഹസ്രത് മഹലിനെ പഠിച്ചു, റാണി ലക്ഷ്മി ബായിനെ പഠിച്ചു, സരോജിനി നായിഡുവിനെ പഠിച്ചു. അപ്പോൾ ഇവർ 3 പേരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. PSC എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഏരിയ ആണ് എന്താണ് വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ വെബ്സൈറ്റിൽ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, വീഡിയോ ക്ലാസ്സസ്, ഓഡിയോ ക്ലാസ്സസ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആ ഒരു സ്കീമിലാണ് ഞങ്ങൾ ഓൺലൈൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.